ആര്യ രാജേന്ദ്രൻ ഇത്രയും ദാർഷ്ട്യത്തോടുകൂടി പെരുമാറിയപ്പോഴാണ് എനിക്ക് പോയായ ഒരു കാര്യം ഓർമ്മ വന്നത്. പറഞ്ഞോളൂ. ആദ്യൊരു മടിയുണ്ടാവും, പിന്നെ അത് ശീലമായിക്കൊള്ളൂ. പറഞ്ഞോളൂ. ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നിലയിലാണ് CPI ആര്യ രാജേന്ദ്രൻ അവതരിപ്പിച്ചത്. ഞാനൊരു വലിയ സംഭവം അല്ലേ? ആര്യ രാജേന്ദ്രനോട് കൈരളി ചാനലിന്റെ റിപ്പോർട്ടർ ചോദിച്ചതാണ്, പഠിക്കും എന്ന് പറഞ്ഞു. പഠിച്ച് എവിടെ എത്തും? ഒരിക്കലും എനിക്ക് മേയർ ആകണമെന്നുള്ളതല്ല എന്റെ ആഗ്രഹം. എന്റെ ജീവിതത്തിൽ അഭിലാഷം ഒരു IPS ഓഫീസർ ആകണമെന്നുള്ളതാണ്. IAS എന്നുള്ള ലക്ഷ്യത്തിനേക്കാൾ IPS എന്നുള്ള ലക്ഷ്യം, ആ ചിലപ്പോൾ ഒരു യൂണിഫോമിനോടുള്ള ഒരു താല്പര്യം തന്നെയായിരിക്കാം. നീ എന്താ ചിരിക്കണ വേലായിൻകുട്ടിയെ? ഒന്നുമില്ല മുത്തശ്ശി, ഓരോരുത്തരുടെ അതിമുഖം കണ്ടപ്പോ ചിരിച്ചു പോയതാ. സ്വാഭാവികമായും ഈ ആര്യ രാജേന്ദ്രന്റെ അക്കാഡമിക് മെറിറ്റ് പരിശോധിക്കണം എന്ന് ഞങ്ങളുടെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിക്ക് തോന്നി. ക്യാമ്പയിൻ കമ്മിറ്റി അപ്പോൾ തന്നെ ഡീറ്റെയിൽസ് മുഴുവൻ കളക്ട് ചെയ്തിരുന്നു. അപ്പോഴാണ് മനസ്സിലായത്, +2 കഴിഞ്ഞതിന് ശേഷം LBSൽ എഞ്ചിനീയറിംഗിന് ചേർന്നു. എഞ്ചിനീയറിംഗിൽ 1ാം സെമസ്റ്ററിന്റെ കംപ്ലീറ്റ് ചെയ്യുന്ന മുമ്പ് തന്നെ പഠനം അവിടെ ഉപേക്ഷിച്ചു. അതൊന്നും എനിക്കൊരു ശാപമാ. കൂലിപ്പണി ചെയ്യാന്ന് വെച്ചാൽ പോലും ആരും തരുന്നില്ല. ഒരു അഭ്യസ്തവിദ്യനായ ചെറുപ്പക്കാരോടുള്ള സിമ്പതി. കാരണം എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള പ്രാപ്തി ആര്യ രാജേന്ദ്രന് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം ആർട്സ് സയൻസ് കോളേജിൽ മാനേജ്മെന്റ് കോട്ടയിലെ ആവാൻ സാധ്യതയുള്ളൂ. എന്തായാലും മാത്തമെറ്റിക്സിന് അഡ്മിഷൻ വാങ്ങി. ആരോടും പറയരുന്ന് ആഗ്രഹിച്ചത്. ഇനിയിപ്പോ എന്തിനാ വിളിക്കുന്നത്? സാർ BS വരെ പഠിച്ചൊരു ചെറുപ്പക്കാരനാണ് സാർ ഞാൻ. ആ സെമിസ്റ്ററിന്റെ മാർക്ക് യൂണിവേഴ്സിറ്റി പരിശോധിച്ചപ്പോഴാണ് 0 മാർക്കാണെന്ന് കണ്ടത്. അയ്യോ, എന്നെ പോയാ. അതേപോലെ തന്നെ 2ാം സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ നോക്കിയപ്പോൾ മാർക്കുകളൊന്നുമില്ല. മലയാളം ഗദ്യ സാഹിത്യത്തിന് 100ന് 7 മാർക്കാണ് കിട്ടിയത്. കുട്ടിയാരെ, മനുഷ്യന്മാരെ ഇങ്ങനെ അങ്ങോട്ട് പുകഴ്ത്തരുത്. അഹങ്കാരം മൂത്തമൂത്ത് ചിതയായി പോകും. അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് കൈരളി ചാനലെടുത്ത ഇന്റർവ്യൂവിൽ IAS അല്ലെങ്കിൽ IPS ആകേണ്ട ഒരു പെൺകുട്ടിയെ പാർട്ടി നിർബന്ധിച്ച് മേയറാക്കിയിരിക്കുന്നു. അഹമ്മദില്ലേ അവൻ കാണിച്ചത്? നാലാളറിയിട്ട് അവൻ മഹാ തെമ്മാടിയാണെന്ന്. അത് ആ രീതിയിൽ ആൾക്കാരെ ബോധ്യപ്പെടുത്തണം. IAS IPS ആവേണ്ട കുട്ടികളെയാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്നതെന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കബളിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് CPMനുള്ളത്. ഈ കൊച്ചു കേരളത്തിൽ ജീവിച്ചു പോവാൻ ഇത്രയും ബുദ്ധിയുടെ കാര്യമുണ്ടോ? നീ എങ്ങാനും അമേരിക്കയിലായിരുന്നെങ്കിൽ സൂര്യന് വാഴ വയ്ക്കാൻ ആളെ വിട്ടിട്ടുണ്ടാവും. യദു എന്ന് പറയുന്ന ഡ്രൈവർ, ആ ഡ്രൈവർ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച പയ്യനാണ്. അയാൾക്ക് ഇതിനേക്കാളും നല്ല മാർക്കുണ്ട്. അത്രയും പോരല്ലോ സാർ, തലവെഴുത്തോട് ശരിയാവണ്ടേ?